ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഹരിതമാണ്. ഇന്നും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ ദർശനത്തിനെത്തിയത് 79,296 പേരാണ്. സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, സ്വാമി ശരണം, നമസ്തേ. ഇന്ന് അവധി ദിനമാണ്. ഇന്നലെയും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തിരക്ക് നിയന്ത്രണാതീതമാണ് എന്ന് കരുതുന്നു. അയ്യന്റെ സന്നിധിയിലേക്ക് ഒഴുക്ക് തുടരുക തന്നെയല്ലേ? കൃഷ്ണരാജ്, രജനി, സ്വാമി ശരണം. ശബരിമല സന്നിധാനം ഇന്ന് ശരണമന്ത്രങ്ങളാൽ മുഖരിതം തന്നെയാണ്. ഭഗവാന്റെ മുമ്പിലേക്ക് ഒരു നോക്ക് ഭഗവാനെ കാണുന്നതിലേക്ക് വേണ്ടി എല്ലാവരും വലിയ ആത്മനിർവൃതിയോടെയും ആത്മശാന്തിയോടെയും എത്തുകയാണ്. ഇന്നലെ ദർശനത്തിന് എത്തിയത് ഏകദേശം 80,000-ഓളം പേരാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയത്. 79,296 പേരാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയത്. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്ന് ഈ ഏകദേശം 6 മണിയുടെ കണക്ക് പുറത്തു വരുമ്പോഴും ഏകദേശം 15,000 പേർ ഇപ്പോൾ തന്നെ ദർശനം നടത്തി കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ നിൽക്കുന്നത് സന്നിധാനത്തിന് ശ്രീകോവിലിന് തൊട്ട് മുമ്പിലാണ്. ഈ കൊടിമരത്തിന്റെയും നമ്മൾ കയറിപ്പോകുന്ന ബലിമണ്ഡപത്തിന്റെയും ഒക്കെ തന്നെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിലേക്ക് അയ്യപ്പ ഭക്തർ വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 18-ാം പടി കയറി ഫ്ലൈ ഓവറിലൂടെയാണ് രാവിലെ അയ്യപ്പ ഭക്തരെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് കടത്തിവിടുന്നത്. അയ്യപ്പ ഭക്തർ അവിടെ എത്തിയതിനു ശേഷം ഭഗവാനെ തൊഴുത് മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഭക്തജന വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും എന്നാലും ഒരു ഭക്തജന തിരക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയോടെയൊക്കെ മല കയറി എത്തിയ അയ്യപ്പ ഭക്തർ അതിനുശേഷം രാവിലെ വന്നതിനു ശേഷം അവരെ കാണാനായി നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തരുമുണ്ട്. ആ അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്. അവരെ നിയന്ത്രിച്ച് വിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും നമുക്ക് താഴെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആഴിക്ക് സമീപമായി വലിയ നടപ്പന്തൽ കഴിഞ്ഞ ആഴിയുടെ സമീപത്തോടെ 18-ാം പടി കയറാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ കാണുന്ന സമയത്തും വലിയ ഒരു തിരക്കില്ലാത്ത രീതിയിൽ തന്നെയാണ്. കാരണം അവിടെ ആഴിയുടെ ഇപ്പുറത്ത് 18-ാം പടിയുടെ 2 സൈഡിലാണ് അല്ലെങ്കിൽ ഗ്രില്ലുകൾക്കുള്ളിലാണ് അയ്യപ്പ ഭക്തരെ നിർത്തിക്കാറ്. ഇത്തവണ ഇപ്പോൾ നമുക്ക് രാവിലെ കാണുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് മാത്രമാണ് അയ്യപ്പ ഭക്തർ ഉള്ളത്. മറ്റു സ്ഥലത്ത് അയ്യപ്പ ഭക്തർ താരതമ്യേന വന്ന് നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും അയ്യപ്പ ഭക്തർ സുഗമമായി തന്നെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് ഭഗവാന്റെ ദർശനം നേടി, ദർശന പുണ്യം നേടി, ഭഗവാന്റെ ആ പുണ്യദർശനം നേടി മടങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലകാലത്തിൻ്റെ ഒരു ആത്മസമീപനത്തോടു കൂടി തന്നെ അയ്യപ്പസ്വാമിയെ കണ്ടു പോകുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആത്മസന്തോഷം നൽകുന്ന ഒരു കാര്യം. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സ്വാമിയെ കാണുക എന്നതാണ് 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച് നെയ്ത്തേങ്ങയുമായി പമ്പയിലെത്തി പമ്പ സ്നാനം കഴിഞ്ഞ് മല കയറി എത്തുന്ന അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ അയ്യപ്പ ഭക്തരും ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് ചിലപ്പോൾ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, ഒരു തിരക്കുണ്ടാകാനുള്ള സാധ്യത. പക്ഷെ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലും അധിക തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ശനിയാഴ്ച അവിടുന്ന് കെട്ടുനിറച്ച് ഞായറാഴ്ച എത്തി വീണ്ടും തിങ്കളാഴ്ചയോടുകൂടി മറ്റു കാര്യങ്ങളിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്ന വെള്ളി വൈകുന്നേരം ഇരുമുടി കെട്ടി കയറുക, ശനി തിരിച്ചിറങ്ങുക, ഞായർ വിശ്രമിക്കുക, തിങ്കളാഴ്ച മുതൽ വീണ്ടും അവരവരുടെ മേഖലകളിലേക്ക് പോവുക. അതാണ് ഒരു പതിവ്. സാധാരണ വെള്ളി ശനി ദിവസങ്ങളിൽ പിന്നെ ഞായറാഴ്ച ഉണ്ടാകും. കാരണം ഞായറാഴ്ച പക്ഷേ ശനിയാഴ്ചയുടെ അത്ര ഉണ്ടാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. തിങ്കളാഴ്ച സ്കൂളുകളിലേക്ക് പോകേണ്ട കുട്ടികളുണ്ടാകാം, ജോലിക്ക് പോകേണ്ടവരുണ്ടാകും. അതുകൊണ്ട് സാധാരണ ഞായറാഴ്ച പൊതുവെ തിരക്കുണ്ടാകും. പക്ഷേ ശനിയുടെ അത്രയും ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. ഏതായാലും ഇന്ന് ഭക്തജന തിരക്ക് രാവിലെ ഒരല്പം നിയന്ത്രണ വിധേയമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം 80,000-ഓളം പേർ, അതായത് ഇന്നലെ കയറിയത് 80,000-ഓളം പേരാണ്. അപ്പോൾ 70,000 എന്ന വെർച്വൽ ക്യൂ അത് 80,000-ന് അടുത്തെത്തി നിൽക്കുന്നു. അങ്ങനെയാണോ?
വെർച്വൽ ക്യൂ 70,000-ഉം സ്പോട്ട് ബുക്കിംഗ് 10,000-ഉം ഉണ്ട്. അങ്ങനെ നോക്കിയാലും 80,000 പേരുണ്ട്. പക്ഷേ ഇത് അറിയാതെ വരുന്ന ചില വയസ്സായ അയ്യപ്പ ഭക്തരൊക്കെ ഉണ്ട്. അവരുടെയും കൂടി കണക്ക് അവരെയും ഇവിടെ കയറ്റി വിടുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ കയറി വരുന്നതിൻ്റെ അവിടെ നാലമ്പലത്തിൻ്റെ സൈഡിലായിട്ട്, അതായത് വലിയ നടപ്പന്തലിൻ്റെ സമീപനമായിട്ട് ഒരു സ്പോട്ട് ബുക്കിംഗ് കൂടി കൊടുത്ത് അവരെ കടത്തി വിടുന്നുണ്ട്. എന്തായാലും 80,000 പേരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ഇതിലൂടെയും ഒക്കെ തന്നെ ആൾക്കാരെ എത്തിക്കുന്നത്. ആ 80,000-ത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അതീതമായി ഏകദേശം 1,00,000-തോട് അടുപ്പിച്ച് ഏകദേശം 92,000 സംതിങ് ആൾക്കാർ ദർശനത്തിനെത്തിയത്. ഈ മണ്ഡലകാലത്തിൽ 22 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ന് 24-ാമത്തെ ദിവസമാണ് മണ്ഡലകാലത്തിൻ്റെ. 22-ാമത്തെ ദിവസമാണ് 92,000, അതായത് 90 കടന്നുള്ള ഒരു അയ്യപ്പ ഭക്തരുടെ ഇതിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനു മുമ്പ് എത്തിയത്, 88,000 പേർ എത്തിയത്. അങ്ങനെ എന്തായാലും പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കണക്ക് കൂട്ടിയതുപോലെ 80,000-നും 1,00,000-നും ഇടയിലുള്ള അയ്യപ്പ ഭക്തർ എത്തുന്നു. അവർക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു, അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇനി ചിലപ്പോൾ അയ്യപ്പ ഭക്തർ എത്താൻ സാധ്യതയുണ്ട് കൃഷ്ണരാജ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അവധി ദിവസങ്ങളാണ്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് അവധിയിലേക്ക് കടക്കുന്ന ദിവസമാണ്. അങ്ങനെ അവധിയിലേക്ക് കടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അയ്യപ്പ ഭക്തർ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. കാരണം ഇപ്പോൾ അധികവുമായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ്. ഈ അവധിയിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഈ മാസത്തിന്റെ പകുതി കഴിഞ്ഞ മണ്ഡലകാലം കഴിഞ്ഞ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ കേരളത്തിലെ അയ്യപ്പ ഭക്തരായിരിക്കും കൂടുതലാക്കി എത്തുക. മണ്ഡലപൂജ അടുപ്പിച്ചെത്തുക കേരളത്തിലെ അയ്യപ്പ ഭക്തരായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ പോലീസും ദേവസ്വം ബോർഡും ഒക്കെ പോകുന്നത്. എന്തായാലും വലിയ ആത്മസന്തോഷത്തോടു കൂടി തന്നെയാണ് സന്നിധാനത്തെത്തുന്ന ഓരോ അയ്യപ്പനും അയ്യപ്പസ്വാമിയെ കണ്ട് സായുജ്യമടഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കൃഷ്ണരാജ്.